ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ശനിയാഴ്ച രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ വന്നു. ജൂലൈ 1 തിങ്കള് മോൻ സ്കൂൾ തുറക്കുവാണ്. അപ്പം ഇന്ന് അതിന് മുമ്പായിട്ട് ശനിയാഴ്ച അവർക്കൊരു ചെറിയൊരു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം 1ാം ക്ലാസ്സിലോട്ടല്ലേ, അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഇന്ന് പാരൻസിനെ എല്ലാം വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് അമ്പലത്തിൽ വന്നു. കാരണം ഇപ്പം 2-3 ദിവസമായിട്ട് അങ്ങ് മഴയൊക്കെ എപ്പോഴും, ചിലപ്പോൾ രാവിലെ മഴയായിരിക്കും, വൈകിട്ട് മഴയായിരിക്കും. അപ്പം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ഇന്ന് മഴ മാറി നിന്നുകൊണ്ട് രാവിലെ അമ്പലത്തിൽ പോയിട്ട് സ്കൂളിൽ പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിൽ വന്നു. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ സ്കൂളിലോട്ട് പോയി. 10 മണിക്കായിരുന്നു അവിടെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. എൻ്റെ കുഞ്ഞൂസോട് കാറിൽ കിടന്നിരുന്ന കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്തത് തല തിരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഇങ്ങനെ. പിന്നെ ഞങ്ങൾ പോയി അവിടെ മോൻ്റെ ക്ലാസ് ഒക്കെ കണ്ടു. പിന്നെ പുതിയ ടീച്ചർ, പ്രോഗ്രാം വലിയൊന്നും ഇല്ലായിരുന്നു. നമ്മളിപ്പം ഇനിയിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടില്ലേ, അപ്പോൾ അവർക്കിനി ഇപ്പം 3 വർഷം നഴ്സറി KG1 KG2 പഠിച്ച ഒരു രീതിയിലല്ല. അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും, പിന്നെ ഇനി അവരുടെ സ്കൂൾ ടൈമിങ്ങും ഒക്കെ മാറുവാണ്, അപ്പോൾ അതെല്ലാം പറഞ്ഞു. പിന്നെ കുഞ്ഞൂസിനെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. ഇത്തവണ നഴ്സറിയിൽ അവർക്ക് ജൂലൈ 3-നാണ് ക്ലാസ് തുടങ്ങുന്നത്, ബുധനാഴ്ച. പിന്നെ ആദ്യത്തെ ആഴ്ചയൊക്കെ കുറച്ച് കടനുമൊക്കെ ടൈമിംഗ് ഒക്കെ മാറ്റമുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ഞുവിനാണെങ്കിൽ പതിയെ ഓഗസ്റ്റ് ആകുമ്പോഴത്തേനെ അവർക്ക് ക്ലാസ് ആവത്തുള്ളൂ. ഇതായിരുന്നു കണ്ണൻ്റെ KG1 ടീച്ചർ. അപ്പം ഭയങ്കര ഇഷ്ടമാണ് അവന് ലിസർ മാമിനെ. അങ്ങനെ കണ്ടുടനെ ഓടിപ്പോയവൻ. പിന്നെ ഞങ്ങൾ നേരെ പ്രോഗ്രാം നടക്കുന്ന ഹാളിൽ പോയിരുന്നു. കുറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ടീച്ചേഴ്സിന്റെ കുറച്ച് പ്രോഗ്രാംസും ഡാൻസും സ്കിറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഒരു 12:30 ആയപ്പോൾ പിന്നെ അവിടെ നിന്ന് നമ്മൾ പിന്നെ ക്ലാസ്സിൽ പോയി ടീച്ചറിനെ കാണുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒത്തിരി വൈകി, നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ കോഫി ഹൗസിൽ പോയി പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു. ചേട്ടന് പിന്നെ ഹാഫ് ഡേ ആയിരുന്നു, ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു.